ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ബ്രദേഴ്സിലാണ് എത്തിയിരിക്കുന്നത്. സിൻസ് 1973 ആണ് പറയുക. അപ്പോൾ അത്രയും കാലം പഴക്കമുള്ള ഒരു കടയാണ്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത മലയാള സിനിമയായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ബ്രദേഴ്സ് ആലപ്പുഴ. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ഇവിടുത്തെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഡിഷുകളാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നിച്ച് വെൽക്കം. ബ്രദേഴ്സിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. നമ്മൾ പറഞ്ഞ പൊറോട്ടയും അതേപോലെ ഇവിടുത്തെ സ്പെഷ്യലായ ഡക്ക് റോസ്റ്റ്. ഇതാണ് ഗൈസ് ഡക്ക് റോസ്റ്റ്. ഒരു തിക്ക് ഗ്രേവിയാണ് ഈ ഗ്രേവി വരുന്നത്. ഡക്ക് റോസ്റ്റ്. പിന്നെ ഇതാ രഞ്ജിനി ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാ മീൽസിലെ മീൻ കറി ഊണ്. ആ ഊണാണ് ഇതാ. ചോറുണ്ട്. ഇതാ മണ്ടലായിട്ട് മീൻ കറി ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് അവർ പറയുന്നത്. ബാക്കി നമ്മുടെ കറി കൂട്ടാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന മീൻകറിയാണ്. നമ്മളിപ്പം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഡക്കാണ്. ഡക്ക് റോസ്റ്റും ഒരു പൊറോട്ട കഴിച്ചു നോക്കാം അല്ലേ. തിക്ക് ഗ്രേവിയിൽ സ്പൈസി പോലാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഒഴിച്ചു നോക്കാം. പൊറോട്ട കൂടെ ഡക്ക് റോസ്റ്റ് കഴിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഡക്ക് റോസ്റ്റ് ഇതാം ഒരു പീസ് ഞാൻ കാണിക്കാമേ. നല്ല ചൂട് കറിയാണ്. പൊതുവേ നമുക്ക് താറാവിൻ്റെ പ്രശ്നം എല്ല് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മീറ്റ് വളരെ കുറവാണെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഒരു മീറ്റ് പീസ് തന്നെ എടുത്തിട്ട് കഴിച്ചു നോക്കാം. ഇതിൻ്റെ മസാലക്കൂട്ടാണ് കേട്ടോ സ്പെഷ്യലായിട്ട് നമ്മൾ പറയണ്ടേ. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള തിക്ക് ഗ്രേവി വരുന്നൊരു മട്ടനാണ്. അപ്പോൾ ഈ റോസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പെപ്പറിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പച്ച കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്താ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. പൊളി കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീലാണ്. സാധാരണ നമ്മുടെ കറികളിലോ അല്ലെങ്കിൽ റോസ്റ്റിലോ ബീഫ് റോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റോ കഴിക്കുമ്പോൾ ഉള്ളൊരു മസാലയുടെ ടേസ്റ്റ് അല്ല. കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള, അത് എരിവില്ല, ആ ഒരു കുരുമുളകിൻ്റെ ചെറിയൊരു കുത്തലൊന്നുമില്ല, നല്ല ബ്ലെൻഡായിട്ട് വയ്ക്കുന്ന ഒരു മസാല കൂട്ടാണ് ഇതിൻ്റെ. അപ്പം ഇത് തന്നെ ആയിരിക്കും മലയാള സിനിമയിലെ എല്ലാവരെയും ഇവിടേക്ക് ആകർഷിക്കേണ്ട ഒരു കാരണം. എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗ്യം കിട്ടി. നമ്മൾ ഒന്നും ചെയ്ത ഈ ഡക്ക് റോസ്റ്റ്, ബ്രദേഴ്സിൻ്റെ സ്വന്തം ഡക്ക് റോസ്റ്റ് പൊറോട്ടയും പൊളി പൊളി. സാധാരണ ഈ ചില ഫിഷിനും ഈ ഡക്കിനൊക്കെ ആൾക്കാർ കംപ്ലൈൻറ്റ് പറയാറുണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല ടേസ്റ്റ്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ഒരു കുത്തലോ ഒന്നുമില്ല. നല്ല ഒരു ഫീലുണ്ട് കഴിക്കാൻ. ഒന്ന് കഴിച്ചു പോകും. ഇതാണ് ബ്രദേഴ്സിൻ്റെ മട്ടൺ ചാപ്സ്. മട്ടൺ ദാ ഒരു തിക്ക് ഗ്രേവിയാണ് ഇതിനുള്ളത്. നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്താ ഇടിയപ്പമാണ്. ഇപ്പോൾ ഇടിയപ്പത്തിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇവരെ ഇങ്ങനെ ഒഴിക്കാം. നൈസായിട്ടുള്ള ഇടിയപ്പം. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ ഒരു മട്ടൻ്റെ പീസും എടുക്കാം അല്ലേ. നല്ല ഇതാ സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലിരിക്കുന്ന മട്ടനാണ്. അതെടുത്തു. കുറച്ച് ഗ്രേവിയുടെ നമുക്ക് എടുക്കാം. ഇതും കഴിക്കാം അല്ലേ. മട്ടൻ നല്ല അലന്ന് പോവാം. സോഫ്റ്റ് മട്ടൻ ടേസ്റ്റാണ്. പൊളി. ഒരു നമ്മൾ വറുത്തരച്ച് വെക്കുന്ന കറിയില്ലേ, അതിന് ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. എരിവൊന്നുമില്ല, നോർമൽ സ്പൈസി ഉള്ളൂ. പക്ഷെ ഈ ഒരു കറി കൊണ്ട് നമ്മൾ എത്ര ഇടിയപ്പം വേണമെങ്കിലും കഴിച്ചു പോകും. അമ്മാതിരി ടേസ്റ്റ് കേട്ടോ. ബ്രദേഴ്സിൻ്റെ സിഗ്നേച്ചർ ഐറ്റങ്ങളാണ് ഇതൊക്കെ. ഗ്രേവി അങ്ങോട്ട് എടുത്ത് ഇതിലൂടെ നമുക്ക് പൊറോട്ടയോ അപ്പമോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഗ്രേവി. മട്ടനാണേലും പൊളിയാണ്. വർഷങ്ങളായിട്ടുള്ള ടേസ്റ്റാണ്. അതിപ്പോഴും ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്തുകൊണ്ട് പോകും. അതുതന്നെയാണ് ഈ ഒരു കടയുടെ പ്രത്യേകത. കടയുടെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ വളരെ പഴയതാണ്. നമ്മൾ വലിയ പ്രതീക്ഷയിടുന്ന വീടുകളിൽ ചെറിയ ഗുഡ്സ് മുറികളുണ്ട്. അപ്പോൾ നമ്മളിരിക്കുന്ന ഈ മുറിയുടെയൊക്കെ സൈസ് കാണാൻ പറ്റും. സീലിംഗ് ഒക്കെയാണ് വളരെ ലോ സീലിംഗ്. ആ പഴയ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാം.
പിന്നെ സ്റ്റാറോ ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത്. വളരെ ഒരു മിനിമം പ്രതീക്ഷകളോട് വരിക. പക്ഷെ നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാം. ആംബിയൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഫുഡിൻ്റെ കാര്യത്തിൽ പൊളിയാണ്. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ റെക്കമെൻഡ് ചെയ്യും. എത്ര സാഹിത്യകാരന്മാരെ അല്ലേ, എത്ര സിനിമാക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവരൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നല്ല, ഒരു പ്രാവശ്യം വന്നു പോയവരല്ല ഇവരിന്ന് കേട്ടോ. ഇന്നും നാളെയും ഇവിടെ കാണും. നമ്മൾ വന്നു കഴിഞ്ഞാൽ പല മലയാള സിനിമയിലെ പ്രമുഖരും. അപ്പം എന്തായാലും ഈ ചൂടാറും മുമ്പേ ഈ മട്ടൺ ഫിനിഷ് ചെയ്യാം. മലയാള സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ നടന്മാരും നടിമാരും വന്നിവിടെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈ പടങ്ങൾ കാണാം, ഒത്തിരി ഫോട്ടോസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല. ബ്രദേഴ്സിൽ ഫുഡൊക്കെ കഴിച്ചു. കിഡ് ഫുഡാണ്, ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മട്ടണ് അതേപോലെ തന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു താറാവ് റോസ്റ്റ്, ഇത് രണ്ടും ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൂടെ തന്നെ നമുക്ക് നോർമൽ മീൽസൊക്കെ ഉണ്ട്. പ്രൈസൊക്കെ അഫോർഡബിൾ പ്രൈസാണ്. ഞങ്ങൾ രണ്ടുപേരും ഇത്രയും ഫുഡൊക്കെ കഴിച്ചിട്ട് 750 ഞങ്ങൾക്ക് വന്ന ബില്ല്. പിന്നെ ഈ ബ്രദേഴ്സിൻ്റെ ഈ സൈഡിലായിട്ട് വന്നിരിക്കുന്ന ഇവിടെ അവർക്ക് ഒരു ബേക്കറി പോലൊരു സെറ്റപ്പ് ഉണ്ട്. അതുപോലെ സ്നാക്സ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ ഇതാണ് ബ്രദേഴ്സിൻ്റെ ലോഡ്ജ്. അപ്പോൾ ഇതിന് അടുത്തായിട്ട് തന്നെയാണ് ഈ ലോഡ്ജ് വരുന്നത്. ഇതൊക്കെ ഇപ്പോൾ പുതുക്കി പണിതാണ്. അവരിപ്പോഴും ഈ ഒരു റെസ്റ്റോറൻറ്റ് അതേപോലെ തന്നെയാണ്, ആ പഴയ ഓടും സെറ്റപ്പിലും ഒക്കെയാണ് അത് നിലനിർത്തിയിട്ടുള്ളത്. അപ്പം വരുമ്പോൾ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാം വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആലപ്പുഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉടനെ അടുത്തൊരു വീഡിയോ കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.